ഉച്ചക്ക് നമുക്ക് നല്ല അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ അയിലയാണ്. അപ്പം അമ്മ അത് വൃത്തിയാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത് എന്നാൽ വൃത്തിയാക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ആ ചെകിളിയും പിന്നെ അതിൻ്റെ ഇതെല്ലാം ചൂളിയെല്ലാം അമ്മ നല്ലോണം വൃത്തിയിൽ മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് മുളകിട്ടാലോ എന്ന്. അപ്പോൾ വലിയ അയിലയല്ലേ, ഞാൻ പറഞ്ഞു മുളകിട്ടാലോ എന്ന്. അപ്പോൾ മിക്സി കേടായിട്ടുള്ള അരക്കാൻ കഴിയൂല, അതുകൊണ്ട് മുളകിടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മക്ക് ഈ മുളകിട്ട കറീനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അത്യാവശ്യം എപ്പോഴെങ്കിലും ഒരിക്കൽ കൂട്ടുന്നല്ലാണ്ട് പൂതിക്ക് കൂട്ടുന്നല്ലാണ്ട് അമ്മക്കിഷ്ടം ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ച മീൻ കറിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്താ പറയുക, അമ്മ മുറിക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് ഉള്ളിയും പച്ചമുളകും, ഉള്ളിയല്ല തക്കാളിയും പച്ചമുളകെല്ലാം മുറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അതെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും പാത്രത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് കേട്ടോ. എൻ്റെ പണി ഇങ്ങനെയാണ് കേട്ടോ, മാടിക്കുത്താണ്, ഓരോ പണിയെടുക്കും, അങ്ങനെയല്ലാണ് എൻ്റെ പണി. അപ്പോൾ അമ്മ മീനെല്ലാം മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നീ ഇത് മുളകെല്ലാം വിലക്കി വെക്ക്, തേങ്ങ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അരച്ചിച്ചും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടപ്പുറത്ത് ആ പീടിയേൻ്റെ അപ്പുറത്ത് നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് അവിടെ നിന്ന് വീട്ടിനപ്പുറത്തുള്ളവരെ വീട്ടിൽ നിന്ന് തേങ്ങ അരക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തക്കാളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയെല്ലാം അവിടെ മുറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ വരുന്നതിന് മുമ്പ് വേഗം ഇതെല്ലാം മുറിച്ചിട്ട് പറവിനെല്ലാം മുറിച്ചിട്ട് വെച്ച് അടുപ്പത്താക്കാമെന്ന് വിചാരിച്ചു. അമ്മനെ ഒന്ന് ഞെട്ടിക്കാന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ഈ എന്താ പറയേണ്ടത് തിരിഞ്ഞ് കളി മാടിക്കുത്തോന്ന് എൻ്റെത്. എങ്ങനെയാണ് ഒരു പണിയെടുത്ത് അതവിടെ വെച്ച് പിന്നെ കുറേ സമയം തിരിഞ്ഞ് കളിഞ്ഞ് കഴിച്ച് പിന്നെ അങ്ങനെയാണ് എൻ്റെ പണി. അപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ടിട്ട് വേഗം പണിയിൽ ഒരുക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരക്കുന്ന കറിയിൽ തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും മാത്രമേ ഇടൂ, വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ഇടില്ല. ചില സമയത്ത് ഈ ചരു മീനല്ലാന്നെങ്കിൽ നമ്മൾ ജീരകം കുറച്ചിടും, അല്ലാണ്ട് വേറെ ഒന്നും ഇടില്ല. അപ്പോൾ റേഷനരി ആയതുകൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് ചോറ് വെന്തോ നോക്കണം, അല്ലെങ്കിൽ ചോറങ്ങ് ചീഞ്ഞ് പോകും. പിന്നെ അതിന് വേണ്ടുന്ന പുളിയെല്ലാം പൊതിർക്കാൻ പോകുന്നു കേട്ടോ. അപ്പം ഞാൻ റോട്ടിലോട്ട് ആരാ പോകുന്നത് നോക്കുന്നതാണ്. പിന്നെ കോട്ടപ്പയർ ഉണ്ടായിരുന്നു, അത് എന്ന് വെച്ചാൽ കുറച്ച് വറക്കാൻ വിചാരിച്ച്. നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ, അപ്പോൾ അത്രേ വേണ്ടൂ. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം മുറിച്ചിടാൻ പോകുന്നു. അത് മുറിച്ചിട്ട് പകുതിയാകുമ്പോഴേക്കും അമ്മ വന്ന കേട്ടോ. അപ്പോൾ അമ്മ അവിടെ അരക്കാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, തേങ്ങ വാങ്ങിയിട്ട്. അപ്പോൾ തേങ്ങ അരവിങ്ങ് എത്തിയാൽ മാത്രമേ നമുക്ക് കറിയെല്ലാം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതെല്ലാം മുറിച്ച് കഴുകിയെടുക്കുക കേട്ടോ. ഞാൻ ഇത് നല്ലോണം കുനുകുനാന്ന് മുറിച്ചിട്ടാണ് കഴുകി വൃത്തിയാക്കി, അല്ലെങ്കിൽ മഞ്ഞളിലിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് അവിടെ വെക്കും പയർ. എന്നിട്ട് അതിന് ശേഷം വെള്ളം മറിച്ചിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ തേങ്ങ ചിരണ്ടിയിടും. പിന്നെ വറുത്തിടുമ്പം കടുകും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ട് അങ്ങ് ആക്കും. അങ്ങനെയാണ് ഞാൻ വറവുണ്ടാക്കൽ കോട്ടപ്പയർ. അതിലിടക്ക് ഞാൻ അതുകൊണ്ട് അമ്മയുടെ എടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി, 2 മുന്തിരി അത് മാത്രമേ ഒഴിച്ച് മാറ്റിയിട്ടുള്ളൂ. അതും കഴിച്ചു. പിന്നെ അവിടെ ഉണ്ടായ കുറച്ച് ബത്തക്ക ഉണ്ടായിരുന്നു മുറിച്ച് വെച്ചത്, അതും എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അത്രയേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് സമയം ഏകദേശം 1 മണിയെല്ലാം കഴിഞ്ഞു. എന്നാന്നറിയില്ല, എനിക്കിത് നേരത്തെ വിശക്കുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് ആയാൽ മതി എന്നതിനും ബത്തക്ക എടുത്ത് മുറിച്ച് തിന്നുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്, എന്താണെന്നറിയില്ല, രാവിലത്തെ ഭക്ഷണം കാര്യമായിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പം അതും കഴിച്ചു. പിന്നെ അമ്മ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറേ സമയം ഇടിയും ഞാൻ പറഞ്ഞില്ല, എൻ്റെ പണി ഇങ്ങനെയാണ്, അത് ഇരുന്ന് ഇങ്ങനെ കളിക്കും. പിന്നെ അതുകൂട്ടിനെ പോയിട്ട് കുറേ എന്തെല്ലാം കൊണ്ട് വർത്താനം പറഞ്ഞ് ഒരാടെ തിന്നുമ്പോൾ മുറിക്കുകയും ചോദിച്ച് ഓൻ തരൂല എന്നെല്ലാം വലിയ ജാടിയായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ നൈസായിട്ടൊന്ന് കരഞ്ഞ്. അപ്പോൾ അതാ മെല്ലനെ ഒന്ന് കൊണ്ടു തന്നു കേട്ടോ. അങ്ങനെ കൊണ്ടുതരാത്ത വ്യക്തിയാണ്, എന്താണെന്ന് പറ്റിയെന്നറിയില്ല, ഒരു മുറുക്കിയെടുത്ത് കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഇത് വറവിലേക്കുള്ളതാണ് കേട്ടോ. മഞ്ഞളും പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഒരു വാലിൻ്റെ പ്രശ്നമാണ്, മാറ്റി വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോന്നതിന് ഉപ്പും വറവിലേക്കുള്ള ഉപ്പും അതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് പലക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനത്തെ ഈ ചിരവയാവുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിൽ മാറ്റി വെക്കാം. ഈ തട്ടിൽ ഫിക്സ് ചെയ്യുന്നതാകുമ്പോൾ അത് ആടെ ഒരു ശല്യമായിട്ട് നമുക്ക് തോന്നും, സൗകര്യം ഇല്ലെങ്കിൽ. ഇതാകുമ്പോൾ നമുക്ക് കഴുകി വെച്ച് വൃത്തിയിൽ ഉപയോഗിക്കാം കേട്ടോ. അത് നമ്മൾ അരവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് നമ്മൾ കൊടുത്ത തേങ്ങ മോശമായിന്. അപ്പോൾ അമ്മ പറഞ്ഞൊന്ന് ആ പീടികക്കാർക്ക് തന്നെ കൊടുക്കാൻ പറഞ്ഞു. ഷൈമേച്ചിക്ക് ഭയങ്കര മടി, ഞാൻ വീഡിയോ എടുക്കുമോ എന്നൊരു സംശയം, ഓണാക്കി വെച്ചിട്ടാണ് ഉള്ള ക്യാമറ. ഞാൻ പറഞ്ഞു ക്യാമറ ഓണാക്കിയിട്ടില്ല, നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബത്തക്ക കണ്ടപ്പോൾ പറഞ്ഞ ഒരു കഷ്ണം ബത്തക്കൊക്കെ കിട്ടും. അപ്പോൾ ബത്തക്ക ഞാൻ മുറിച്ച് കൊടുക്കുമെന്ന് അവർക്ക് പേടിയാണ്, ഞാൻ ക്യാമറയിലായി പോകുന്നു, എന്തോ മാലിന്യം ഇടാത്തതുകൊണ്ട് അവർക്ക് മടി. അപ്പം ഞാൻ പീടികയിലെല്ലാം പോയിട്ട് ആ തേങ്ങയെല്ലാം കൊടുത്തു കേട്ടോ. എന്നിട്ട് തിരിച്ച് വന്ന് അപ്പോൾ വറവും കറിയെല്ലാം ഏകദേശം അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി കടുകെല്ലാം വറുത്തിടുമെന്ന്. എന്നിട്ട് കുറേ കഷ്ണം വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട്
വറവാക്കും കേട്ടോ. ഇന്ന് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഇന്ന് ഭയങ്കര വിശപ്പുണ്ട് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ ചോറായ അമ്മേ ചോറായോ എന്ന് വന്ന് ചോദിക്കുന്നുണ്ട്. പാവ അതിന് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ മുന്തിരിങ്ങ തോല് പൊളിച്ച് കൊടുത്ത് പിന്നെ ബത്തക്കേൻ്റെ കഷ്ണം അത് തിന്ന്. പക്ഷേ ഇത് തിന്നുന്നതല്ല, ഉച്ചയാകുമ്പോൾ ചോറ് തിന്നില്ല, അതാണ് പ്രശ്നം. ആ സ്പൂണിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ വറവ് നല്ലോണം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് അടുപ്പൊന്ന് കുറച്ച് വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് കത്തിച്ച് വെക്കാം. പിന്നെ മീൻ കറിയും അതേപോലെ തന്നെ മെല്ലനെ ആയിക്കോട്ടെ. അതാ വറവായതിന് ശേഷം നമ്മൾ മീൻ പൊരിക്കുന്നത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അവിടെ നിന്നായി. പിന്നെ കുറച്ച് കഴുകാനുള്ള പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തേച്ച് അതിനവിടെ കഴുകി വെക്കാൻ വിചാരിച്ച്. ചില സമയത്ത് ഞാൻ ഇങ്ങനത്തെ പണിയെല്ലാം എടുക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. ഞാൻ ഈ ഭാഗത്ത് തിരിഞ്ഞ് നോക്കുകയില്ല. അതെല്ലാം അവിടെ തന്നെ കിടക്കലായിരിക്കും. അപ്പോൾ എന്നാണെന്നറിയില്ല, ഈ മൂഡ് പോലെ ഇരിക്കും നമ്മൾ പണിയെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അമ്മ പറയും, ഇപ്പം ആയാലും വയ്യ ആയാലും നമ്മൾ തന്നെയാണ് പണിയെടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം എടുത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം ഇരിക്കുകയും ചെയ്യാം. അങ്ങനെ എൻ്റെ അമ്മ പറയുക കേട്ടോ. അപ്പം മീനൊന്ന് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് തിന്നാം കേട്ടോ. ആ വറവും മീൻ കറിയും പിന്നെ ഈ പൊരിച്ച മീനെല്ലാം കൂട്ടിച്ച് തിന്നാം കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് ഉപ്പ് കൂടുതലായിപ്പോയി എന്ന്. കാരണം ഈ കല്ലുപ്പാണ് ഇവിടെ ഉള്ളത്. ഞാൻ പൊടിയുപ്പ് ഉപയോഗിച്ചാണ് അധികം വെക്കൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.